പുതുതായി കേന്ദ്രം പ്രഖ്യാപിച്ച 4 എയിംസുകളിൽ 1 കേരളത്തിന്. ഏപ്രിൽ 4-ന് ശേഷം കേന്ദ്ര സംഘം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര ആരോഗ്യ ജോയിന്റ് സെക്രട്ടറി അങ്കിത മിശ്ര പറഞ്ഞു. പ്രത്യേക പ്രതിനിധി KV തോമസുമായി നടത്തിയ ചർച്ചയിലാണ് ജോയിന്റ് സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത്. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത്, എന്തായാലും സന്തോഷ വാർത്തയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് 11:30 മണിയോടുകൂടിയാണ് KV തോമസ് ആരോഗ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി, എയിംസിൻ്റെയും പ്രൈം മിനിസ്റ്ററുടെ പ്രത്യേക പദ്ധതിയുടെയും ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി അങ്കിത മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരള ഹൗസിലെ ARCയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രം പ്രഖ്യാപിക്കുന്ന 4 എയിംസുകളിൽ 1 എയിംസ് കേരളത്തിനാണെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാനം നേരത്തെ നൽകിയ സ്ഥലം സന്ദർശിക്കാനും പരിശോധിക്കാനും ഒരു പ്രത്യേക ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള പ്രത്യേക സംഘത്തെ കേരളത്തിൽ അയക്കുമെന്നും അവർ KV തോമസിനെ അറിയിച്ചത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ ചർച്ചയുടെ ബാക്കി പത്രമാണ് ഇന്ന്. അതിൻ്റെ ഒരു ഫോളോ അപ്പാണ് ഇന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ KV തോമസ് ചർച്ച നടത്തിയത്. KV തോമസിനോടൊപ്പം കേരള ഹൗസിലെ അഡീഷണൽ റെസിഡൻസ് കമ്മീഷണറും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച കേരളത്തിലെ കോഴിക്കോടാണ് സംസ്ഥാന സർക്കാർ ഒരു സ്ഥലമാണ് സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. ഈ സ്ഥലങ്ങൾ പരിശോധിക്കാനും ഈ സ്ഥലത്തിൽ ജലലഭ്യത, കണക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനാണ് കേന്ദ്ര സംഘം എത്തുന്നത്. ഏപ്രിൽ 4-ന് ശേഷമുള്ള ഒരു ദിവസം കേന്ദ്ര സംഘം എത്തും. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കോർഡിനേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇതിനായി KV തോമസ് നാളെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട്. രാവിലെ മുഖ്യമന്ത്രിയെ KV തോമസും ഉദ്യോഗസ്ഥന്മാരും കേരള എയിംസിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും KV തോമസും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ എയിംസ് യാഥാർത്ഥ്യമാവുന്നു എന്ന് വേണം പറയാൻ. ഈ വർഷം തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നടക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ലക്ഷ്മി, കേന്ദ്രം പ്രഖ്യാപിച്ച 4 എയിംസുകളിൽ 1 കേരളത്തിന്. കേരളത്തിന്റെ എയിംസ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ